ഇതെന്റെ എക്സ് എനിക്ക് 2000 ഞാനൊരു വ്ലോഗ് എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ചൂടെടുക്കുന്നത്. ഭയങ്കര ഓയിലി സ്കിൻ ആയതുകൊണ്ട് പോയി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എന്റെ പേര് കീർത്തന രവീന്ദ്രൻ. നമ്മൾ ഒത്തിരി നാളായി കണ്ടിട്ട്. അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓൾ ഗുഡ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോളേജ് ഒരു നോർമൽ ഡേ ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഡേ ടു ഡേ ലൈഫില് വലിയ മേക്കപ്പോ വലിയ സെറ്റപ്പോ ഒന്നും അല്ലാണ്ട് നോർമൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരുങ്ങുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാൻ ആദ്യം രാവിലെ എണീറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് അതേപോലെ തന്നെ ഈ എക്സ്ട്രാ ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണില് ഈ പഫ്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അണ്ടർ ഐ പാച്ചസ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് വെക്കുമ്പോൾ എനിക്ക് ആ മോർണിംഗ് ഫേസ് ഒക്കെ മാറി നല്ല ഫ്രഷ് ലുക്ക് കിട്ടാൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ എന്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. സോ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് മോയ്സ്ചറൈസർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ പെട്ടെന്ന് അബ്സോർബിംഗ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. സോ അത് ഞാനിനി അപ്ലൈ ചെയ്യാൻ പോവാണ്. എനിക്ക് ഭയങ്കര സ്വെറ്റിംഗ് ആണ്. അതാണ് ഞാൻ ഈ ടിഷ്യൂ പേപ്പർ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീൻ ആണ് യൂഷ്വലി എപ്പോഴും ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഡ്രഗ് സ്റ്റോർ പ്രൊഡക്റ്റ് ആണ്. ടാൻ ക്രോസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, മെസോവ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടാൻ ക്രോസ് ഗോൾഡ് അഡ്വാൻസ് സൺ പ്രൊട്ടക്ഷൻ ആണ്. SPF 50 ആണ് ഇത് വരുന്നത്. ഇതിങ്ങനെ എനിക്ക് എല്ലായിടത്തും കിട്ടാറില്ല. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞ് മേടിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി, അതുകൊണ്ട് പിന്നെ ഞാൻ ഫുള്ള് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ഹാളിലാണ് ഇരിക്കുന്നത്. സോ ആ ടൈമിൽ ഞാൻ ലെൻസ് ഇട്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് അക്വാ ലെൻസിൻ്റെ ഗ്രീൻ്റെ ഏതൊരു ഷെയ്ഡാണ്. ഞാൻ ഷെയ്ഡ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ നോർമൽ ഡേയ്സിൽ അപ്പോൾ നമുക്ക് അല്ലാണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടിയോ ഫംഗ്ഷനോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കൺസീലർ അതേപോലെ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. സോ ഞാൻ യൂഷ്വൽ ഡേയ്സിൽ ആകെ ഈ ഒരു 3 പ്രോഡക്റ്റ് ആണ് എനിക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഇട്ട ഈ സൺസ്ക്രീൻ അല്ലാണ്ട് ശരിക്കും മോയ്സ്ചറൈസർ കൂടി കറക്റ്റ് ഞാൻ ഇടാറില്ല, ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ യൂഷ്വലി ഇടാറ്. പിന്നെ ലിപ്സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഇപ്പോൾ കറക്റ്റ് വീഡിയോ എടുക്കുന്ന സമയമായപ്പോഴത്തേക്കും കണ്ടില്ല. സോ അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഷുഗറിൻ്റെ ബ്ലാക്ക് ലാഷ് വോളിമൈസിങ് മസ്കാരയാണ്. ഇതെന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മസ്കാരയാണ്. അതേപോലെ തന്നെ പ്ലമ്മിന്റെ ഐസ് വെയർ ബൈ എന്ന് പറഞ്ഞ കാജലാണ്. പിന്നെ ഒരു വുഡൻ കോംബ് കാജൽ അപ്ലൈ ചെയ്യാം. ലെൻസ് വെച്ച് എന്താണെന്ന് വെച്ചാൽ ലെൻസ് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഷൂട്ടിനൊക്കെ പോകുമ്പോഴും ലുക്കിൽ ലെൻസ് വെക്കണമെന്ന് വെച്ചാൽ ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് ഓഫീസ് അല്ലെങ്കിൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കംഫർട്ടബിൾ ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. അപ്പോൾ അത് വെക്കേണ്ട കാര്യത്തിൽ ഞാൻ ഇട്ടു. അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൻഡ് മസ്കാര ഇപ്പം നമ്മൾ ലാഷസ് ഒന്നും വെക്കുന്നില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷന് പോകുമ്പോൾ ലാഷസ് ഒന്നും വെക്കുന്നില്ലെങ്കിൽ ഒരു 3 കോട്ട് മസ്കാരയൊക്കെ മതിയാവും നമ്മുടെ ലാഷ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ. ഗൈസ്, അപ്പോൾ എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് വെറും സിമ്പിൾ ആണ്. മസ്കാര ആൻഡ് കാജൽ. ഞാൻ മേളിൽ വരയ്ക്കാറില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഞാൻ മേളിൽ എന്താ വരയ്ക്കാത്തതെന്ന്. മേളിൽ വരയ്ക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു 2-3 ഇയേഴ്സ് മുമ്പേ ഭയങ്കര വലിയിട്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ മേളിൽ വരയ്ക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കര വലുതായിരുന്നു. ഇപ്പോൾ ഞാൻ തടിച്ചിട്ട് എനിക്ക് കണ്ണ് ഭയങ്കര ചെറുതായ പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഐലൈനറും കൂടെ വരയ്ക്കുമ്പോഴത്തേക്കും വീണ്ടും അത് ചെറുതാകുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ എല്ലാവരും പറയുന്ന ഐലൈനർ വരയ്ക്കുമ്പോൾ കണ്ണ് വലുതാവുന്നതാണ്. പക്ഷെ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് ഐലൈനർ വരയ്ക്കാൻ. പക്ഷെ ഞാൻ ഷൂട്ട്സിനൊക്കെ പോകുമ്പോൾ വരയ്ക്കാറുണ്ട്. അത് ഫുൾ ആ മേക്കപ്പ് ലുക്ക് വരുമ്പോഴത്തേക്കും ഐലൈനർ നല്ല ഭംഗിയാവാറുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് ഇച്ചിരി ഫാറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കൊണ്ടായിരിക്കും ഐലൈനർ വരയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഐ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. കാജൽ താഴെ കാജൽ വരയ്ക്കും, മുകളിൽ മസ്കാര ഐലാഷസിൽ അപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാൻ ഫേസ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ണ് ഭയങ്കര ഈ ഉറക്കത്തിൻ്റെ എണീറ്റ് പഫിനെസ്സും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര സിമ്പിളായിപ്പോയി. അപ്പോൾ ഞാൻ കരുതി ഒരു ഐ ഷാഡോ, വളരെ ലൈറ്റായിട്ടൊരു ഐ ഷാഡോ. ഇത് നൈക്കയുടെ ഒരു പാലറ്റാണ്. ഞാൻ ആകെ ഇതിൽ ഈ കളർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ.
അത് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ആക്ച്വലി ഈ പൗഡർ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവും. ഞാൻ വെറുതെ ഇരുന്നാലും സ്വെറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്നാലും അപ്ലൈ ചെയ്യുവാണ്. ഒരു 5 മിനിറ്റൊക്കെ ഇത് സെറ്റായിട്ട് പോവും, അത് ഉറപ്പാണ്. പക്ഷേ സ്റ്റിൽ എനിക്കിങ്ങനെ ഈ പൗഡർ ഇടാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ആൻഡ് ഗൈസ്, ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ബ്ലഷും കൂടെ അപ്ലൈ ചെയ്യാം. ഞാൻ പൗഡർ ബ്ലഷ് ആണ് ഉപയോഗിക്കുന്നത്, കാരണം എൻ്റെ സ്കിൻ ഓയിലിയാണ്. പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആവും. സോ ഇനി നമുക്ക് ഹെയർ ചെയ്യാം. എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെ പോണിറ്റെയിൽ കെട്ടുന്നത്. ആക്ച്വലി എനിക്ക് മുഖത്ത് തടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കിയാണ് ഒരു പോണി ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്തിട്ട് ആദ്യം അതങ്ങ് നല്ല ഇറുക്കത്തില്ല, കാരണം എനിക്ക് പോണിറ്റെയിൽ ഹെഡേക്കോ അങ്ങനത്തെ ഒരു പുതിയ തരം ഹെഡേക്കില്ലേ ഇറുക്കി കെട്ടുമ്പോൾ. അപ്പോൾ ഞാനൊരു 3 തവണ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കും. കൈ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യും. പിന്നെ കോമ്പ് കൊണ്ടൊന്ന് കോംപ് ചെയ്ത് കൊടുക്കും. സോ ഇതാണ് മേക്കപ്പ്. ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് തരാം. ഇതൊരു കുർത്തയാണ് കേട്ടോ. ഇതൊരു സ്ലീവ്ലെസ് കുർത്തയാണ് ആൻഡ് ഒരു പലാസോ പാൻറ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ 299 റുപ്പീസിന് സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എയിം ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ട് പാലയിൽ. അവരുടെ ഓൺലൈനായിട്ട് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. സോ ചേഞ്ച് ചെയ്തിട്ട് ഫുള്ള് കാണിക്കാം. ആൻഡ് ഇതിൽ കമ്മലിടുന്നുള്ളൊരു ഡൗട്ടാണ്. ഞാൻ ഇട്ട് നോക്കട്ടെ. ഇതല്ലേ കയ്യിൽ ഞാൻ ഈ ഒരു ബാങ്കിൾ പണ്ടെന്നോ മേടിച്ചതാണ്. ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ വാച്ച് കെട്ടാന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു വാച്ച് ഒരു സിൽവർ വാച്ചാണ്, ഫാസ്റ്റ് ട്രാക്കിൻ്റെ. ഇതെൻ്റെ എക്സ് എനിക്ക് 2016-ലോ 17-ലോ ഗിഫ്റ്റ് ചെയ്തതാണ്. അന്ന് ലവറായിരുന്നു കേട്ടോ. ഞാനിത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, കാരണം ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് ചെയ്താണ്ടാണ്. ഫീലിങ്സ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ ആര് ഗിഫ്റ്റ് തന്നാലും ഞാനത് സൂക്ഷിക്കാറുണ്ട്. എത്നിക് ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ചെറിയ പൊട്ടും കൂടെ വയ്ക്കാണ്. ഗൈസ്, ഫൈനലി എൻ്റെ ലുക്ക് കംപ്ലീറ്റഡ് ആയി. പക്ഷേ ഈ ഒരു ലുക്കിന് ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് ഞാൻ റീസെൻ്റ്ലി സൂക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാം യൂസ് ചെയ്യുന്ന അവരുടെ ബ്രാൻഡിൻ്റെ ബാഗ്സ് ആണ്. റീസെൻ്റ്ലി ഞാൻ അവരുടെ ഈ ഒരു ബിസിനസ് ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെ എനിക്ക് എലഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അതും കൂടെ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാമെന്ന് ഓർത്തു. സോ ഗൈസ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാൻ ആക്ച്വലി പൊട്ടിച്ച് നോക്കി നിങ്ങളുടെ കൂടെ ഇരുന്ന് ഇത് അൺബോക്സ് ചെയ്യാം. വളരെ സ്പേഷ്യസ് ആൻഡ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബിസിനസ് ബാഗാണിത്. നല്ല സ്റ്റൈലിഷ് ഡിസൈനിലാണ് ഈ ഒരു ബാഗ് വരുന്നത്. ഇതിന് വലിയ 2 റോസ് ഉണ്ട്. ഞാൻ പൊതുവെ പുറത്ത് പോകുമ്പോൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളാണ്. സോ എന്നെ സംബന്ധിച്ച് ഇത്രയും അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബാഗ് മേടിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു ബാഗ് ആസെറ്റ് സൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ്. സൂക്ക് നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള വളരെ ട്രെൻഡി ബാഗ്സും ചപ്പൽസും ഒക്കെയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ആൻഡ് ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ്, ഓൾസോ വീഗൻ. പിന്നെ ഇവരുടെ ക്ലാസി ആയിട്ടുള്ള സ്റ്റൈലിഷ് ബാഗ്സിൻ്റെ ഡിസൈൻസും അതേപോലെ ബാഗ്സിൽ തന്നെ പല വെറൈറ്റീസ് ആൻഡ് ചോയ്സസും നമുക്ക് സൂക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു വിഷ് ടു പർച്ചേസ് ഫ്രം സൂക്ക് സൈറ്റ്, നിങ്ങൾക്ക് YT Kirta 10 എന്ന ഈ ഒരു കോഡ് യൂസ് ചെയ്താൽ 10% ഓഫറിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ്, കൂപ്പൺ കോഡ് മറക്കണ്ട. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.